ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. എക്സിബിഷൻ നേരിൽ കാണാൻ പറ്റാത്തവർക്കായിട്ട് എൻ്റെ എക്സിബിഷൻ ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ചിത്രങ്ങളെ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സമർപ്പിക്കുന്നു. പ്രകൃതിയും പ്രതീക്ഷയും എന്ന എൻ്റെ എക്സിബിഷൻ്റെ ഫസ്റ്റ് പിക്ചറാണ്. ഇതിൽ ഒരു സൂര്യൻ ഉദിക്കുക എന്നുള്ള ഒരു ജനനം തന്നെയാണ്. ഒരു 3 പക്ഷികളുണ്ട്, അതിലൊരു കുഞ്ഞുണ്ട്. അപ്പോൾ അവരുടെ ജീവിത രീതികളാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിത രീതിയാണ്. ഇതിലെ പൂവും പൂമ്പാറ്റയും എന്നുള്ളത് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഷോർട്ടായിട്ട് ഞാൻ പറയുകയാണ്. ഇവർക്ക് 2 പേർക്കും, ഈ പൂവിനും പൂമ്പാറ്റയ്ക്കും ആയുസ് വളരെ കുറവാണ്. എങ്കിലും അവർ തമ്മിലുള്ള ബന്ധം വളരെ മനസ്സിന് കുളിർമയേകുന്ന കാര്യങ്ങളാണ്. അവർക്കും അറിയാം, പൂമ്പാറ്റയ്ക്കും പൂവിനും അറിയാം. എന്നാലും അവർ തമ്മിലുള്ള ആ ഒരു പ്രകൃതി ശൈലി നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതാണ്. ഇത് ഒരു ചന്ദ്രനും കടലുമാണ്. അതായത് ഇതിലൊരു വള്ളം കാണുന്നുണ്ട്. ഈ വള്ളം നമ്മൾ സ്വയം വിചാരിക്കുക, നമ്മളാണെന്ന് വിചാരിക്കുക. പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും, എത്ര ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ വന്നാലും ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ജീവിതത്തിലേക്ക് മുന്നോട്ട് കയറാൻ പറ്റുക. ഇത് നമ്മളറിയാതെ ഒന്നിനെയും ഇഷ്ടപ്പെടരുത്. വ്യക്തമായി അറിയാതെ, ബോധ്യപ്പെടാതെ ഒന്നിനെ ഇഷ്ടപ്പെടുന്നുള്ള ഒരു പ്രതീകാത്മകമായുള്ള ചിത്രമാണ്. കാരണം നമ്മൾ കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് തോന്നും, നല്ല ഇഷ്ടം തോന്നും. പെട്ടെന്ന് എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപകടത്തിലേക്ക് പോകും. അതാണ് വഴി അറിയാതെ, അല്ലെങ്കിൽ അറിയാതെ എന്നുള്ളത്. ഇത് വീതിയും വെളിച്ചവും എന്നുള്ള ഒരു പെയിൻറ്റിങ്ങാണ്. അതായത് നമ്മൾ ജീവിതത്തിൽ നമ്മൾക്ക് ആരെങ്കിലും വെളിച്ചം പകർന്നിട്ടുണ്ടോ, നമ്മൾ ആർക്കെങ്കിലും വെളിച്ചം പകർന്നിട്ടുണ്ടോ, ഇനിയും വെളിച്ചം പകരണം എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചിത്രം കരുത്തും ബുദ്ധിയും അതായത് ഈ ഒരു വൃക്ഷത്തിൻ്റെ കരുത്ത് എന്നാണ് അതിൻ്റെ വേരുകളാണ്. അത് നമുക്ക് കാണാൻ, ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ നമുക്ക് ഭൂമിക്കടിയിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ കരുത്ത് ഭൂമിക്കടിയിലാണ്. അതുപോലെ തന്നെ ആ വൃക്ഷത്തിൻ്റെ പുറകിലേക്ക് കുറച്ച് ലൈറ്റ് കിട്ടുന്നു, കുറച്ച് കല്ലുകൾക്ക് ഒത്തിരി പ്രകാശം കിട്ടുന്നു. അപ്പോൾ ആ പ്രകാശം കിട്ടാത്ത കൂടുതലുള്ള കല്ലുകൾ നമ്മുടെ കഴിവിനെയും കരുത്തിനെയും എല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ഇത് മഴത്തുള്ളിയും മനസ്സും എന്നുണ്ട്. നമ്മുടെ മനസ്സിൽ മഴ പെയ്യാൻ പോകുന്നു. കുറേ കാലത്തിന് ശേഷം മഴ പെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആഹ്ലാദം തോന്നും. മഴ പെയ്യട്ടെ, നല്ല സന്തോഷം. മനസ്സിലുള്ള നൊമ്പരങ്ങളും വേദനകളെല്ലാം അതിൽ ഒഴുകിപ്പോകും എന്നുള്ള ആ ഒരു പ്രതീകാത്മകമായ ചിത്രമാണ്. പിന്നെ ഇത് സൂര്യനും, അതായത് അന്തരീക്ഷത്തിൽ ഇത്രയും ശക്തനായ സൂര്യന് പോലും ശത്രുക്കളുണ്ടെന്നുള്ള ഇതാണ്. സൂര്യനെ മൂടാൻ കഴിവുള്ളതാണ് കാർമേഘങ്ങൾ, അല്ലെങ്കിൽ മേഘപടലങ്ങൾ കൊണ്ട് മൂടിയാൽ സൂര്യൻ പ്രകാശത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും. ഭൂമിക്ക് പ്രകാശം കിട്ടാതെ വരും. ഇത് നമ്മുടെ ആത്മാർത്ഥത. അതായത് വിലപ്പെട്ട സമയം വിലക്കപ്പെട്ടു. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് രാവും പകലായാലും നമുക്ക് കിട്ടുന്ന സമയങ്ങൾ മാക്സിമം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക്കാൻ കഴിയുമാറാകട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീകമാണ്. പിന്നെ ഇത് ഇരുളും വെളിച്ചവും. അതായത് ഒരു ഭാഗത്തേക്ക് ഇരുളാണ്, മറ്റു ഭാഗത്തേക്ക് നല്ല വെളിച്ചമുണ്ട്. ആ വെളിച്ചമുള്ള ഭാഗത്തുള്ള പൂക്കൾ കാണാൻ ഭംഗിയും, ഇരുളത്ത് ഉള്ളത് അദൃശ്യമായി കാണുകയും അതിനെന്താണെന്നുള്ളത് വ്യക്തതയില്ലാതെ കാണപ്പെടുന്നു. അപ്പോൾ ഇരുളും വെളിച്ചം, നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഇത് പ്രണയത്തെക്കുറിച്ചാണ്. മഞ്ഞ് പോലൊരു പ്രണയം, മഞ്ഞിനെ സ്നേഹിക്കുക. അതായത് വെളുപ്പും തണുപ്പും നമുക്ക് തണുപ്പ് നമ്മൾ ഇഷ്ടപ്പെടുന്നു, വെളുപ്പും ഇഷ്ടപ്പെടുന്നു. അതുപോലെ ഈ മഞ്ഞ് കണങ്ങൾ പോലെ നമ്മുടെ മനസ്സിൽ പ്രണയമുണ്ടാകട്ടെ. അത് സത്യസന്ധതയുള്ളതായിരിക്കട്ടെ. എന്നും പ്രണയം ഉണ്ടാകട്ടെ. പിന്നെ അടുത്താണെങ്കിലും വിദൂരത്തിലാണെങ്കിലും എപ്പോഴും പുതുമ നിറഞ്ഞതായിരിക്കണം ഈ പ്രണയം. അത് കുറിച്ച് വർണ്ണിക്കാൻ കുറച്ചുണ്ട്, അതെത്ര വ്യാഖ്യാനിക്കാൻ പറ്റും. നമ്മുടെ പ്രണയം കണ്ടിട്ട് പ്രകൃതിക്ക് പോലും അസൂയ തോന്നുന്ന ഒരു പ്രണയമായിരിക്കണം നമ്മുടേത്. ഓക്കെ, ഇത് സന്ധ്യയും ഞാനും. ഈ സന്ധ്യയ്ക്ക് നമ്മളെവിടെയെങ്കിലും പോയി ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതത്തിലുണ്ട അനുഭവങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തകളാണ്. വിജനമായ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സിന് നല്ല കുളിർമയാകും. അപ്പോൾ മനസ്സിൽ നല്ല കാര്യങ്ങൾ ഓർമ്മ വരും. ചെയ്തു പോയ തെറ്റുകളുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ശരിക്കും പശ്ചാത്തപിക്കാനും അതിന് വേണ്ടിയിട്ട് അതിൽ പ്രതിവിധി എന്താണെന്നുള്ളത് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതൊരു കൂണ്ട ചിത്രമാണ്. അത് ശരിക്കും ഒരു ഫോട്ടോഗ്രാഫി ഞാൻ എടുത്തതാണ്. അതിൻ്റെ ഇത് തന്നെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആത്മാർത്ഥതയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് പെട്ടെന്ന് ഒന്നിലോട്ട് ചാടി വീണ്
ആത്മാർത്ഥത കാണിച്ചിട്ട് അബദ്ധത്തിൽപ്പെട്ട്, അതായത് വിശ്വാസം എന്ന് പറയാം, മറ്റൊരു വാക്കുകൂടിയാണ് വിശ്വാസം. ഈ കൂണിന് നമ്മൾ പെട്ടെന്ന് ഭൂമിയിൽ കാണുന്ന കൂടിനെ എടുത്ത് കറി വെച്ചാൽ എന്തെങ്കിലും പാചകം ചെയ്ത് കഴിക്കുമ്പോൾ അത് നമുക്ക് മരണത്തിലേക്ക് തന്നെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കാര്യം ശ്രദ്ധിക്കുക, പെട്ടെന്ന് ഒന്നിലോടും ചാടി വീഴാതിരിക്കുക. ഇത് മോഹങ്ങളും ആഴങ്ങളും എന്നുള്ള ഒരു മെസ്സേജാണ്. ഇതിൽ മോഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്ത് മോഹങ്ങളാണെങ്കിലും പെട്ടെന്ന് അത് അർഹിക്കുന്നതാണെങ്കിൽ മാത്രം ആ മോഹം അല്ലെങ്കിൽ അതിൽ വാശിയിലേക്ക് വരാതിരിക്കുക. നമുക്കൊരു മോഹമുണ്ട്, ഇപ്പം എനിക്ക് തന്നെ ഒരു മോഹമുണ്ട്, വിവാഹം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് വാശി കാണിച്ച് എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ ഈ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കയറാൻ നമുക്കൊരിക്കലും ഉണ്ടാവുന്നവരല്ല. അത് കാരണം വെച്ചാൽ അർഹതയില്ലാത്തതിനായി വാശി പിടിച്ചാൽ ദുഃഖത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രതീകാത്മകത. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് മറ്റൊരു ആത്മാർത്ഥമാണ്. നമ്മൾ എന്തിനാണോ ഉറച്ചൊരു കാര്യത്തിലേക്ക് നിൽക്കുന്നത് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ആ പരിശ്രമിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുക എന്ന് തന്നെ ചെയ്യും. ഓക്കെ, ഇത് ആർക്ക് എന്തിന് നമുക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട്, ആർക്ക് എന്തിന് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ തോന്നാറുണ്ടല്ലേ, ആർക്ക് വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നു. നമുക്ക് ഒരു ജീവനിൽ നിന്നും, ഒരു ജീവൻ നമ്മൾ ജനിക്കുമ്പോൾ ഒരു ജീവൻ മാത്രമേ ഉള്ളൂ, ജീവനിൽ നിന്നും ജീവിതത്തിലേക്ക് കരകയറാൻ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ടിയായിരിക്കില്ല, ചിലപ്പം വേറെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിയുടെ പൂർത്തീകരണം വരണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ആർക്കും ദോഷകരമല്ലാത്ത കാര്യങ്ങൾ. ഇതൊരു പറക്കുന്ന പക്ഷിയാണ്. എത്ര ഉയരത്തിൽ പറന്നാലും തൻ്റെ താഴ്ചയിലേക്ക്, അതായത് എവിടെ നിന്ന് പറന്നു തുടങ്ങിയോ അവിടേക്കുള്ള തിരിച്ചു പോക്കിൻ്റെ ആഴം മനസ്സിലാക്കിയപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ദൂരം മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ വീഴ്ചയുടെ ആഘാതവും കുറയും എത്ര ഉയരത്തിലെത്തിയാലും. ഓക്കെ, ഇത് നമ്മുടെ ഓർമ്മകൾ നമ്മൾ ഈ ഒരു വഞ്ചിയെ കാണിക്കുന്നത് അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് എത്തിയതിന് ശേഷം ഈ വഞ്ചി നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ എല്ലായിടത്തും ഓർമ്മകൾ മാഞ്ഞു പോവുകയാണ്, കടന്നു വന്ന വഴികൾ മറന്നു പോവുകയാണ്. എവിടെ നിന്ന് നമ്മൾ ദുഃഖത്തിൽ നിന്ന് ശരിക്കും നല്ല സുഖലോലുപമായി ജീവിക്കുമ്പോഴും അവിടുത്തെ ജീവിത സിറ്റുവേഷൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നതാണ്. അതുകൊണ്ടാണ് ഓളവും ഓർമ്മയും എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ എപ്പോഴും വെളിച്ചം പകരുക, മറ്റുള്ളവർക്ക് എപ്പോഴും വെളിച്ചം വരിക. ഇപ്പോൾ രാത്രിയിൽ ആയാലും പകലായാലും അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയിലുള്ള ഒരു സ്ഥലത്തേക്ക് വെളിച്ചം കിട്ടിയപ്പോൾ എന്ത് ഭംഗിയായി കാണുന്നു. ഇത് നമ്മുടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വിവരണമാണ് ഈ 3 പിക്ചേഴ്സും. അതായത് ഓരോ കാലഘട്ടങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷവും സമൃദ്ധിയും കൊണ്ട് നിറഞ്ഞതായിരുന്നു. അവിടെ നിന്ന് പിന്നെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോയി. ഈ കാലഘട്ടത്തിൽ ശരിക്കും നമ്മളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ആ ചൂഷണത്തിൽ നമ്മൾ വഴങ്ങേണ്ടി വന്നു. അവിടെ നിന്ന് ഈ പുഴകളിലെല്ലാം കലങ്ങിയ ചെളികൾ, ചെറിയ പട്ടണങ്ങളിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളങ്ങൾ വലിയ വലിയ സിറ്റികളിലേക്ക് വന്നപ്പോഴേക്കും അത് കറുത്ത് ദുഷിച്ച വെള്ളം ദോഷകരമായി, മനുഷ്യന് ദോഷകരമായി. അതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ 3 ചിത്രങ്ങൾ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. പിന്നെ ഇത് യാത്രാമൊഴി. ഫസ്റ്റ് നമ്മൾ കണ്ട ഒരു പിക്ചറാണ് 3 പക്ഷികൾ ഒരു മരത്തിലിരിക്കുന്നു. സൂര്യോദയം, അതായത് ജനനം. ഇവിടെ അത് മരണത്തെ സൂചിപ്പിക്കുന്നു. 2 അമ്മയും കുഞ്ഞിനോടും കുശലം പറഞ്ഞിരിക്കവേ എന്തോ വന്ന് കണ്ണിൽ വന്ന് ഇരുട്ടുമൂടി. ഞാൻ താഴേക്ക് നിലംപതിച്ചു. അവിടുന്ന് എനിക്കൊരു വെളുത്ത പ്രകാശം എന്നിലേക്ക് വന്നു. ഞാൻ അവിടുന്ന് ഉയർന്നു പറന്നു ദൂരേക്ക് യാത്രയായി, ആരോടും മൊഴിച്ചില്ലാതെ. ഓക്കെ, ഇതാണ് പ്രകൃതിയും പ്രതീക്ഷയും എന്നുള്ള എൻ്റെ പെയിൻറ്റിങ്സിൻ്റെ വിവരണവും കാര്യങ്ങളും. നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം.